പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗോവ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം അവർ പുറത്തുവിട്ട കരട് പട്ടികയിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ 7.6% ഇടിവുണ്ടതായും 1 കോടിയിലധികം വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒക്ടോബർ 27 SIR നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ 13.35 കോടിയായിരുന്ന വോട്ടർമാരുടെ എണ്ണം പുതിയ കരട് പട്ടിക വന്നപ്പോൾ അത് 12.33 കോടിയായി ചുരുങ്ങിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത്. ഏകദേശം 58 ലക്ഷം പേരെയാണ് ഇവിടെ ഒഴിവാക്കപ്പെട്ടത്. ഇതിൽ 24.16 ലക്ഷം പേർ മരിച്ചവരും 32.65 ലക്ഷം പേർ താമസം മാറിയവരോ അല്ലെങ്കിൽ നിലവിൽ സ്ഥലത്തില്ലാത്തവരോ ആണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാജസ്ഥാനിൽ മാത്രം ഏതാണ്ട് 42 ലക്ഷം പേരെ നീക്കം ചെയ്തു. ആകെ വോട്ടർമാരുടെ 7.66%. ഇതിൽ 8.75 ലക്ഷം പേർ മരിച്ചവരും 29.6 ലക്ഷം പേർ സ്ഥിരമായി താമസം മാറിയവരോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരോ ആണ്. കൂടാതെ 3.44 ലക്ഷം വോട്ടർമാർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പുതുച്ചേരിയിലാകട്ടെ 1.03 ലക്ഷം പേരെയും പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇതോടെ പുതുച്ചേരിയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 9,18,111 കുറഞ്ഞിരിക്കുന്നു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 20,798 പേർ മരിച്ചവരും 80,645 പേർ താമസം മാറിയവരോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരോ ആണ്. 2024 പേരുടെ പേരുകൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടതായും പറയുന്നു. SIR നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം വോട്ടർമാരെ ഒരു സ്ഥലത്തു മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇവിടെ ഗോവയിലേക്ക് വന്നാൽ 1 ലക്ഷത്തിലധികം പേർ ഒഴിവാക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഗോവയിൽ മാത്രമാണ് ഈ 1 ലക്ഷത്തിലധികം പേർ ഈ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ആകെ 11,85,034 വോട്ടർമാരിൽ ഇപ്പോൾ 10,84,992 പേർ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അവർ മാത്രമാണ് വിവര ശേഖരണ ഫോമുകൾ സമർപ്പിച്ചതെന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്. വടക്കൻ ഗോവയിൽ നിന്നും 44,000-ലധികം പേരെയും തെക്കൻ ഗോവയിൽ നിന്നും 55,000-ലധികം പേരെയും ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ 1,500-ഓളം പേരാണ് പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ 5 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 1.02 കോടി വോട്ടർമാരെയാണ് മരിച്ചവർ, താമസം മാറിയവർ, ഇരട്ട വോട്ടുള്ളവർ തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നത്. നവംബർ 4 ആരംഭിച്ച കണക്കെടുപ്പ് ഘട്ടത്തിൽ ഫോമുകൾ സമർപ്പിച്ചവരെ മാത്രമാണ് ഈ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ബീഹാറിൽ നടന്ന സമാനമായ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ഏതാണ്ട് 8% വോട്ടർമാരെയായിരുന്നു ഒഴിവാക്കിയിരുന്നത്. നിലവിൽ കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പരാതി നൽകുവാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിനായുള്ള പരിശോധനകളും ഹിയറിങ്ങുകളും പൂർത്തിയാക്കി ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനമെടുക്കുന്നത്.